ഭാരതത്തിന്റെ ആത്മീയതയുടെയും ത്യാഗത്തിന്റെയും പ്രോജ്വലിപ്പിക്കുന്ന അടയാളമായിട്ടുള്ള കാവിപ്പതാക, ആ മഹത്തരമായ ദേശത്തിന്റെ പ്രതീകമായിട്ടുള്ള കാവിപ്പതാക 1931 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അന്നത്തെ സ്വാതന്ത്ര്യ സമര സേനാനികൾ ഈ രാജ്യത്തിന്റെ പതാക എന്താകണമെന്ന് പഠിക്കുവാൻ നിയോഗിച്ച 7 അംഗ സമിതി ശുപാർശ ചെയ്ത ആ കാവിപ്പതാക ഇതാ അയോധ്യയിലെ ശ്രീരാമ ജന്മഭൂമിക്ക് മുകളിൽ പാറിപ്പറക്കാൻ പോവുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്നത് അയോധ്യയിലെ രാമജന്മഭൂമിക്ക് മുന്നിൽ പുനർനിർമ്മിച്ച ആ ക്ഷേത്രത്തിൽ 2024 ജനുവരി മാസം 22-ന് യജമാന സ്ഥാനത്തിരുന്ന് പ്രധാനമന്ത്രി തന്നെ നടത്തിയ പ്രാണപ്രതിഷ്ഠ നടത്തിയ ആ വിഗ്രഹത്തിന് മുന്നിൽ ആരാധന നടത്തുകയാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘം സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ. ഇപ്പോൾ പൂജാരിമാർ അവിടുത്തെ പ്രസാദം ഇരുവർക്കും നൽകുന്നു. നേരത്തെ ആരതി നടത്തുന്നതിൻ്റെ ദൃശ്യങ്ങൾ കണ്ടിരുന്നു. ഇതിനുശേഷമാണ് ആ പ്രധാനപ്പെട്ട ചടങ്ങിന് ഈ രാഷ്ട്രം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. നേരത്തെ ശ്രീകാന്ത് സൂചിപ്പിച്ചതുപോലെ 500 വർഷത്തെ ഐതിഹാസികമായ പോരാട്ടമാണ്. ആചാര്യ ഗിരിരാജ് കിഷോറിനെ പോലെ, അശോക് സിംഘാളിനെ പോലെ, അവിടെ ജീവത്യാഗം ചെയ്യേണ്ടി വന്ന രാം കോട്ടാരി സഹോദരന്മാരെ പോലെയുള്ളവരുടെ അദൃശ്യമായ സാന്നിധ്യം അയോധ്യയിൽ ഈ ഘട്ടത്തിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. 500 വർഷത്തെ ഐതിഹാസിക പോരാട്ടത്തിൽ ലക്ഷക്കണക്കിന് ഹിന്ദുക്കൾ അവരുടെ ജീവിതം ശ്രീരാമ ജന്മഭൂമിക്ക് വേണ്ടി ത്യാഗം ചെയ്തു. 1990 ഒക്ടോബർ മാസം 30-ന് അവിടെ നടന്ന പോലീസ് വെടിവെപ്പിൽ ആയിരക്കണക്കിന് കാർ സേവകരെ കൊന്നുതള്ളുകയും പിന്നീട് ആ കാർ സേവകരുടെ ഭൗതികദേഹം സരയൂ നദിയിൽ കെട്ടിത്താക്കിയതുമെല്ലാം ഈ രാജ്യം കണ്ടിട്ടുള്ള അയോധ്യയുടെ രക്തരൂക്ഷിതമായ ചരിത്രമാണ്. അങ്ങനെ 500 വർഷങ്ങൾക്ക് ശേഷം അവിടെ ഭാരതത്തിന്റെ പരമോന്നത നീതിപീഠത്തിന്റെ നിർദ്ദേശപ്രകാരം പുനർനിർമ്മിച്ച രാമക്ഷേത്രം, ആ രാമക്ഷേത്രത്തിന്റെ മുകളിൽ ഭാരതത്തിന്റെ ത്യാഗത്തിന്റെയും ഭാരതത്തിന്റെ കരുത്തിന്റെയും പ്രതീകമായിട്ടുള്ള ഹിന്ദുത്വ ദേശീയതയുടെ പ്രതീകമായിട്ടുള്ള ആ കാവി പതാക സ്ഥാപിക്കുകയാണ് ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അദ്ദേഹം 10 മണിയോടുകൂടി അയോധ്യയിലെത്തി. അവിടുത്തെ വിശേഷാൽ ക്ഷേത്രങ്ങളിൽ അദ്ദേഹം സന്ദർശനം നടത്തി. ഹനുമാൻഗഡി ക്ഷേത്രത്തിൽ പോയി ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം തേടി. ഇപ്പോൾ ഇതാ രാമജന്മഭൂമിയിലേക്ക് പ്രധാനമന്ത്രിയും സർസംഘചാലകും എത്തിയിരിക്കുകയാണ്. ഈ 2 നേതാക്കളെ പറ്റി പറയുമ്പോൾ അയോധ്യയുമായി ബന്ധപ്പെട്ട് അടുത്ത കാലത്ത് നടന്ന എല്ലാ ചടങ്ങുകളിലും ഇരുവരും ഉണ്ടായിരുന്നു. 2019 ഓഗസ്റ്റ് മാസം 5-ാം തീയതിയാണ് രാമക്ഷേത്രത്തിന്റെ ഭൂമി പൂജ നടക്കുന്നത്. ആ ഭൂമി പൂജ ഒരു കോവിഡ് കാലത്തായിരുന്നു. അന്ന് ഭൂമി പൂജയ്ക്ക് നേതൃത്വം നൽകിയത് നരേന്ദ്രമോദിയും സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവതുമാണ്. പിന്നീട് 2024 ജനുവരി മാസം 22-ാം തീയതി മഹത്തായ ക്ഷേത്രത്തിന്റെ ഭൂമി പൂജയ്ക്ക് ശേഷമുള്ള പ്രാണപ്രതിഷ്ഠ നടക്കുമ്പോൾ ആ ചടങ്ങിലും ഇരുവരും ഉണ്ടായിരുന്നു. ഇതാ 2025 നവംബർ 25-ാം തീയതി ഈ സുദിനത്തിൽ വീണ്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവതും അയോധ്യയുടെ മണ്ണിൽ എത്തുന്നു. അവർക്കൊപ്പം മറ്റൊരു വ്യക്തിത്വം കൂടിയുണ്ട്. അത് ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രിയും ഗോരഖ്പൂരിന്റെ മഠാധിപതിയുമായിട്ടുള്ള യോഗി ആദിത്യനാഥാണ്. അദ്ദേഹത്തിന്റെ ചരിത്രം കൂടി ഈ ഘട്ടത്തിൽ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അദ്ദേഹം സന്യാസ ജീവിതത്തിലേക്ക് കടന്നു വരാൻ കാരണമായത് പോലും അയോധ്യ രാമജന്മഭൂമി മുന്നേറ്റമാണ്. 1990-കളിൽ അദ്ദേഹത്തിന്റെ ഗുരുവിനെ കണ്ടുമുട്ടുന്നത് രാമജന്മഭൂമി മുന്നേറ്റ കാലയളവിലാണ്. അങ്ങനെയാണ് പിന്നീട് 1996 ഫെബ്രുവരി മാസത്തിലെ ഒരു വസന്ത പഞ്ചമി ദിനത്തിൽ ഗോരഖ്പൂർ മഠത്തിലേക്ക് എത്തിയ യോഗി ആദിത്യനാഥ് പിന്നീട് ഗോരഖ്പൂർ മഠാധിപതിയായത്. ഇതെല്ലാം ഈ രാമജന്മഭൂമിയുടെ ചരിത്രവുമായി ഇഴകിച്ചേർന്ന് കിടക്കുന്നതാണ്. ശ്രീകാന്ത് വീണ്ടും അയോധ്യയിൽ നിന്ന് ചേരുകയാണ്. ശ്രീകാന്ത്, ഇപ്പോൾ എന്തൊക്കെ ചടങ്ങുകളാണ് അവിടെ പുരോഗമിക്കുന്നത്? പറയൂ. ഗൗതം, രാം കെ ദർബാറിൽ ദർശനം നടത്തി ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതോടൊപ്പം തന്നെ RSS സർസംഘചാലക് മോഹൻ ഭാഗവതും യോഗി ആദിത്യനാഥും ഇപ്പോൾ ശ്രീരാം ലലയ്ക്ക് മുന്നിൽ എത്തിയിട്ടുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ ഗൗതം, ഈ ഒരു നിമിഷത്തിന് വേണ്ടി, ഈ ഒരു ദർശനത്തിന് വേണ്ടി, ഈ ഒരു നിമിഷത്തിന് വേണ്ടിയാണ് ഈ വർഷങ്ങളോളം നീണ്ട 500 വർഷങ്ങളോളം നീണ്ട ഈ കാത്തിരിപ്പുണ്ടായത് എന്ന് നമ്മൾ ഓർക്കണം. അതായത് നമ്മുടെ മൈസൂരുവിലെ ശില്പി പണിത ശ്രീരാം ലല വിഗ്രഹം, അത് കുഞ്ഞിരാമൻ്റെ വിഗ്രഹം, അത് അയോധ്യയിൽ സ്ഥാപിക്കുന്നു. അയോധ്യയിൽ ശ്രീരാമ ജന്മഭൂമിയിൽ സ്ഥാപിക്കുന്നു, രാം മന്ദിറിനുള്ളിൽ സ്ഥാപിക്കുന്നു. അതിനു മുന്നിൽ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി, രാജ്യത്തെ ഏറ്റവും വലിയ സംഘടനയുടെ തലവൻ RSS സർസംഘചാലക് മോഹൻ ഭാഗവത്, UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അടക്കമുള്ളവർ ഇപ്പോൾ അവിടെ എത്തി ദർശനം നടത്തുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഗൗതം,
എത്രയോ ഭംഗിയേറിയ ആ രാംലല വിഗ്രഹത്തിലേക്ക് ഒരു വട്ടം ഒന്ന് നോക്കൂ. നമ്മുടെ പ്രേക്ഷകർക്ക് അത് കാണാനുള്ള ഒരു ഭാഗ്യം കൂടിയാണ് ഈ ജനം TV-യിലൂടെ നമ്മൾ ഇപ്പോൾ ഒരുക്കി കൊടുക്കുന്നത്. ഒരു പക്ഷേ മറ്റൊരിടത്തും അവർക്ക് ഈ കാഴ്ച, ഈ ദൃശ്യങ്ങൾ തത്സമയം അവർക്കിങ്ങനെ കാണാൻ കഴിഞ്ഞു എന്ന് വരില്ല. ആ രാംലല വിഗ്രഹത്തിൻ്റെ ആ പുണ്യപാവനമായ രാംലല വിഗ്രഹത്തിൻ്റെ ആ ദൃശ്യങ്ങൾ ഒന്ന് കാണൂ. സർവാഭരണ വിഭൂഷിതനായ കുഞ്ഞുരാമൻ്റെ വിഗ്രഹം നമുക്ക് കാണാൻ സാധിക്കും. അതിനു മുന്നിൽ നമ്ര ശിരസ്കരായി നിൽക്കുകയാണ് ഡോക്ടർ മോഹൻ ഭാഗവതും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യോഗി ആദിത്യനാഥും ഒക്കെ എന്നുള്ളത്. ഏതാണ്ട് 500 വർഷക്കാലം നീണ്ട രക്തരൂഷിതമായ പോരാട്ടത്തിനൊടുവിൽ നേടിയെടുത്ത പുണ്യ നിമിഷം ഗൗതം എന്ന് പറയാം. പ്രാണപ്രതിഷ്ഠ എന്ന് പറയുന്നത് ടർപ്പാളിൻ കൂരയ്ക്ക് കീഴെ മഞ്ഞും മഴയുമേറ്റ് കിടന്നിരുന്ന കുഞ്ഞുരാമനെ സ്വീകരിച്ചാനയിച്ച് നിർമ്മാണം നടക്കുന്ന ഒരു സ്ഥലത്ത് പ്രതിഷ്ഠിച്ചതാണ് പ്രാണപ്രതിഷ്ഠയെങ്കിൽ അത് സമ്പൂർണമായും പൂർണ്ണമായും പണികൾ പൂർത്തിയാക്കി സമ്പൂർണമായ രീതിയിൽ ആ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് ശേഷം ഇപ്പോൾ കലശപൂജയടക്കം കഴിഞ്ഞ് ആ ഗോപുരമുകളിൽ ഭഗവദ്ധ്വജം പ്രതിഷ്ഠിക്കുന്ന ആ ദിനമാണ് ഗൗതം ഇന്ന് വന്നെത്തിയിട്ടുള്ളത്. ദേ ഇവിടെ ഈ അയോധ്യ നഗരി ഇന്ന് സാക്ഷ്യം വഹിക്കുന്നത് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇനി അല്പസമയത്തിനകം ഒരു അരമണിക്കൂർ കൂടി കാത്തുനിന്നാൽ ആ ശുഭമുഹൂർത്തം എത്തും. ഇതാ ശ്രീരാംലലയ്ക്ക് മുന്നിൽ, ഭഗവാൻ ശ്രീരാമചന്ദ്രന് മുന്നിൽ ആരതി നടത്തുകയാണ് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയും RSS സർസംഘചാലക് മോഹൻ ഭഗവതും. ആ ദൃശ്യങ്ങളാണ് നമ്മളിവിടെ കാണുന്നത്. ആരതി നടത്തുന്ന ദൃശ്യങ്ങൾ നമ്മൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. എത്ര വലിയ ഒരു കോമ്പിനേഷനാണെന്ന് നോക്കൂ ഗൗതം. അതായത് RSS സർസംഘചാലകായി മോഹൻ ഭാഗവതിനെ പോലെ ഇച്ഛാശക്തിയുള്ള ഒരു ലീഡർഷിപ്പ് RSSൻ്റെ തലപ്പത്തേക്ക് എത്തുന്നു. തൊട്ടു പിന്നാലെ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദിയെ പോലെ ഒരു യുഗപുരുഷൻ എത്തുന്നു. ഒടുവിൽ ഹിന്ദു ഹൃദയ സാമ്രാട്ട് യോഗി ആദിത്യനാഥ്, ഒരു സന്യാസി വര്യൻ, ഈ ആർഷ ഭൂമിയുടെ ഉത്തർപ്രദേശിൻ്റെ മുഖ്യമന്ത്രിയായി എത്തുന്നു. ഒടുവിൽ ആ ഷെഡിൽ നിന്നും, മഴയും മഞ്ഞും വെയിലുമേറ്റ് കിടന്ന ആ അവസ്ഥയിൽ നിന്നും കുഞ്ഞുരാമൻ ഭവ്യമായ രാമക്ഷേത്രത്തിലേക്ക് എത്തുന്നു. എത്ര മികച്ച കോമ്പിനേഷൻ, എത്ര മികച്ച കോർഡിനേഷൻ! അത് ഭഗവാന്റെ ഇടപെടൽ, ഈശ്വരീയമായ തീരുമാനം എന്ന് തന്നെ ഈ ഒരു അവസരത്തിൽ നമുക്ക് നിശ്ചയിക്കാൻ കഴിയൂ. കാരണം 500 വർഷങ്ങൾ കൊണ്ട് സാധിക്കാത്തത് 2014 മുതൽ 2025 ആകുമ്പോൾ പൂർത്തിയാകുന്നു എന്ന് പറയുന്നത് നമുക്ക് വിശ്വസിക്കാവുന്നതിനപ്പുറം ഒരു 11 വർഷം കൊണ്ട് പൂർത്തിയാക്കിയെടുക്കുന്നു എന്ന് പറയുന്നത് ഇത് നമ്മുടെ ചിന്തകൾക്കും അപ്പുറമാണ്, നമ്മുടെ വിശ്വാസങ്ങൾക്കും അപ്പുറം എന്ന് തന്നെയേ പറയാൻ കഴിയൂ. ശക്തരായ മുഗളന്മാരോട് പോലും നമ്മൾ പൊരുതി നിന്നതാണ് ഈ ഒരു നിമിഷത്തിന് വേണ്ടി, ഈ ഒരു നിമിഷം കൈപ്പിടിയിൽ ഒതുക്കുന്നതിന് വേണ്ടി. ശക്തരായ ബ്രിട്ടീഷുകാരോട് നിയമയുദ്ധം നടത്തിയതാണ്. 1947 ശേഷം അധികാരത്തിൽ വന്ന ഈ രാജ്യത്തെ ഭരണാധികാരികളുമായി നിയമയുദ്ധമടക്കം നടത്തിയതാണ്. ലക്ഷോപലക്ഷക്കണക്കിന് ജീവത്യാഗം ചെയ്ത ആളുകളുണ്ട്. ഗൗതം നേരത്തെ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഈ നിമിഷം, ഈ ഒരു നിമിഷത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച അനേകായിരം ബലിദാനികൾ ഇപ്പോൾ ഈ അയോധ്യ നഗരിക്ക് മുകളിൽ നിന്ന് കണ്ണുനീർ പൊഴിക്കുന്നുണ്ടാകണം, സന്തോഷാശ്രുക്കൾ പൊഴിക്കുന്നുണ്ടാകണം. അവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ റോഡ് ഷോയിലൂടെ കടന്നു വരുമ്പോൾ ആ ജനങ്ങൾക്കിടയിൽ വീശിയെറിഞ്ഞ ആ പൂക്കൾ ഒരുപക്ഷെ ആകാശത്തു നിന്നും അവർ നടത്തിയ പുഷ്പവൃഷ്ടി കൂടിയായിരിക്കണം. കാരണം അവർ ജീവൻ നൽകിയത് ഈ പുണ്യ നിമിഷത്തിന് വേണ്ടിയാണ്, ഈ ഒരൊറ്റ നിമിഷത്തിന് വേണ്ടിയാണ് അവരവരുടെ ജീവത്യാഗം ചെയ്തത്. കോത്താരി സഹോദരന്മാർ, അവരെ നമുക്ക് ഈ ഘട്ടത്തിൽ ഓർക്കാതിരിക്കാൻ സാധിക്കില്ല ഗൗതം. 2 പേർ, കോത്താരി സഹോദരന്മാർ, ഈ ഭവ്യമായ രാമക്ഷേത്ര നിർമ്മാണത്തിന് വേണ്ടി ജീവൻ ത്യജിച്ച ആളുകൾ, അവരെ നമുക്ക് ഈ ഘട്ടത്തിൽ ഓർക്കാം ഗൗതം. കാരണം അവരുടെ ജീവത്യാഗമടക്കമാണ് ഈ ഘട്ടത്തിൽ നമ്മൾ ഓർക്കേണ്ടത്. മറ്റൊരു മഹാമനീഷി ഈ ഒരു കാലഘട്ടത്തിൽ, ഈ ഒരു നിമിഷം നമ്മൾ ഓർക്കേണ്ടത് ലാൽ കൃഷ്ണ അഡ്വാനിയാണ്. ഉറങ്ങിക്കിടന്ന, ആലസ്യത്തിലാണ്ടുപോയ ഹിന്ദു ജനതയെ തട്ടിയുണർത്തി രഥമുരുട്ടിയ ഈ അയോധ്യയിലെ തെരുവീതികളിലൂടെ, ഈ രാജ്യത്തെ തെരുവീതികളിലൂടെ രഥമുരുട്ടിയ, അയോധ്യയിൽ രാമക്ഷേത്രം പണിയണമെന്ന് നിശ്ചയദാർഢ്യത്തോടെ ഇറങ്ങിയ LK അഡ്വാനിയെ, ലാൽ കൃഷ്ണ അഡ്വാനിയെ ഈ നിമിഷം നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അദ്ദേഹം രഥമുരുട്ടിയത് ആലസ്യത്തിൽ ആണ്ടുപോയ ഹിന്ദുക്കളുടെ ഹൃദയത്തിലൂടെയാണ് എന്നുള്ളത് ഈ ഘട്ടത്തിൽ ഓർക്കണം. അദ്ദേഹം രഥമുരുട്ടിയത് ഇവിടുത്തെ ഓരോ മനുഷ്യൻ്റെയും രക്തത്തിലൂടെയാണ്, രക്തധമനികളിലൂടെയാണ് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ, വീറുറ്റ പ്രസംഗങ്ങൾ ഊർജ്ജദായകമായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ ഓർക്കേണ്ടതുണ്ട്.
ക്ഷേത്രം അവിടെ രാമൻ ജനിച്ചത് എവിടെയാണെന്ന് ഇവിടുത്തെ കോടതികൾ എങ്ങനെ പറയും എന്ന അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ചോദ്യം ഉണ്ട്. അത് ഈ ഘട്ടത്തിൽ ഓർത്തു പോവുകയാണ്. അത് തന്നെയാണ് ലാൽകൃഷ്ണ അഡ്വാനിയെ പോലെയുള്ള ഐതിഹാസികമായ വ്യക്തിത്വങ്ങൾ മന്ദിർ വഹി ബനായേഗ എന്ന് പറഞ്ഞുകൊണ്ടാണ് 1990 സെപ്റ്റംബർ മാസം 25-ാം തീയതി സോമനാഥത്തിന്റെ മണ്ണിൽ നിന്നും ആ രഥം ഉരുണ്ടു തുടങ്ങിയത്. അങ്ങനെ സോമനാഥ ക്ഷേത്രത്തിന്റെ മുന്നിൽ നിന്നും തുടങ്ങിയ ആ രഥയാത്രയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം അയോധ്യയിലെ രാമജന്മഭൂമിയിലേക്ക് എത്തുക എന്നുള്ളതായിരുന്നു. ഹിന്ദുത്വ ദേശീയതയെ ഉയർത്തിപ്പിടിച്ച് രാമക്ഷേത്ര നിർമ്മാണം എന്ന പ്രഖ്യാപനവുമായി ലാൽകൃഷ്ണ അഡ്വാനി 1990 സെപ്റ്റംബർ 25-ന് ദീൻദയാൽ ജയന്തി ദിനത്തിൽ ആരംഭിച്ച രഥയാത്ര പിന്നീട് ബീഹാറിന്റെ മണ്ണിൽ സമസ്തിപൂരിൽ വെച്ച് അന്നത്തെ ലാലു പ്രസാദ് യാദവിന്റെ സർക്കാർ പിടിച്ചുകെട്ടി എന്നുള്ളതാണ്. അങ്ങനെയുള്ള ലാലുവിന്റെ കുടുംബവും ഇന്ന് ബീഹാർ രാഷ്ട്രീയത്തിൽ അപ്രസക്തമായിരിക്കുന്ന ഈ കാലഘട്ടത്തിലാണ് അയോധ്യ രാമജന്മഭൂമിയിൽ അവിടെ രാമക്ഷേത്രത്തിന് മുകളിൽ ഭഗവത് ധ്വജം ഇപ്പോൾ ഉയരാൻ പോകുന്നത്. നമുക്കറിയാം അയോധ്യ എന്ന് പറയുന്നത് വളരെ പുരാതനമായ നഗരമാണ്. വൈവസതു മനുവിന്റെ മകൻ ഇക്ഷാകുവാൽ നിർമ്മിക്കപ്പെട്ട വളരെ പുരാതന നഗരമാണ് അയോധ്യ എന്ന് പറയുന്നത്. അതായത് ശ്രീരാമ ജന്മഭൂമിയിൽ ഭഗവാന്റെ ജനനത്തിന് മുൻപ് തന്നെ, ദശരഥന്റെ കാലഘട്ടത്തിന് മുൻപ് തന്നെ ഹൈന്ദവ സമൂഹവും ഭാരതീയരും അയോധ്യ എന്ന് പറയുന്ന പ്രദേശത്തെ ഒരു പുണ്യനഗരിയായി കണക്കാക്കിയിരുന്നു. പിന്നീട് നമുക്കറിയാം കടന്നു വന്ന പല അധിനിവേശ കാലഘട്ടങ്ങളിൽ അയോധ്യയിലെ രാമക്ഷേത്രത്തിന് നേരെയും ആക്രമണമുണ്ടായി. അത് അയോധ്യയിൽ മാത്രമല്ല, കാശി വിശ്വനാഥ ക്ഷേത്രത്തിന് നേരെയുണ്ടായിട്ടുള്ള ആക്രമണങ്ങൾ, ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രത്തിന് നേരെയുള്ള ആക്രമണങ്ങൾ, മധുരയിലെ ശ്രീകൃഷ്ണ ജന്മഭൂമിക്ക് നേരെയുണ്ടായ ആക്രമണങ്ങൾ, അങ്ങനെ നമ്മുടെ രാജ്യത്തേക്ക് 1000 വർഷക്കാലം കടന്നു വന്ന വിവിധ രൂപത്തിലും ഭാവത്തിലുമുള്ള അധിനിവേശ ശക്തികളുടെ ആക്രമണങ്ങൾ അയോധ്യയുടെ മണ്ണിലേക്കും കടന്നു വന്നു. 1528-ലാണ് ബാബറുടെ സൈന്യാധിപൻ മിർബാക്കി അയോധ്യയിൽ ലവകുശന്മാരാൽ സ്ഥാപിച്ച ആ മഹാക്ഷേത്രം തകർക്കുന്നത്. പിന്നീട് ആ ക്ഷേത്രം തിരിച്ചു സ്ഥാപിക്കുവാൻ, അവിടെ പുനഃസ്ഥാപിക്കുവാൻ വേണ്ടി നടന്നിട്ടുള്ളത് ഐതിഹാസികമായ പോരാട്ടങ്ങളാണ്. രക്തരൂക്ഷിതമായ പോരാട്ടങ്ങൾക്കൊപ്പം നിയമപരമായ പോരാട്ടങ്ങൾ മറുഭാഗത്ത് നടന്നു. 1883-ൽ അയോധ്യയിലെ പൂജാരിയായിരുന്ന മഹന്ത് രഘുബർദാസ്, ആ മഹത്തായ വ്യക്തിത്വത്തെ ഈ സമയത്ത് ഓരോ ഹൈന്ദവനും ഓർക്കേണ്ടതുണ്ട്. മഹന്ത് രഘുബർദാസ് അയോധ്യയ്ക്ക് വേണ്ടി കേസ് കൊടുക്കുന്ന വർഷം പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഓർക്കൂ, 1883-ലാണ്. ആ കാലഘട്ടത്തിൽ, ബ്രിട്ടീഷ് ഭരണകാലഘട്ടത്തിൽ മഹന്ത് രഘുബർദാസ് എന്ന സന്യാസി പൂജാരി കേസുമായി പോകുകയാണ് രാമജന്മഭൂമിയിൽ ക്ഷേത്രം പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട്. പിന്നീട് എത്രയോ കാലഘട്ടങ്ങളിൽ കേസുകളും സംഘർഷങ്ങളും നടന്നു. ആയിരക്കണക്കിന് ഹിന്ദുക്കൾ രക്തരൂക്ഷിതമായ പോരാട്ടത്തിൽ ശ്രീരാമ ജന്മഭൂമിയുടെ പുനഃസ്ഥാപനത്തിന് വേണ്ടി അവരുടെ ജീവത്യാഗം സംഭവിച്ചു.